ഹായ്. ഇന്നലെ വിഷുവിന് കാലത്ത് തന്നെ മനസ്സ് നിറച്ച ഒരു വിഷുക്കണിയും വിഷു കൈനീട്ടവും ഒക്കെ ലഭിച്ചത് കൊണ്ട് പുതിയ വീഡിയോസ് എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നുമുള്ള ആ ഒരു മൂഡിലല്ലായിരുന്നു. കാരണം ഇന്നലെ മൊത്തം ഇതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷു കണി വെക്കുന്നതും വിഷുക്കൊന്ന പറിക്കാൻ പോയതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു വെച്ചിരുന്നതായിരുന്നു. അതൊക്കെ എല്ലാം കൂടെ ചേർത്ത് അപ്ലോഡ് ചെയ്യണം, എല്ലാ വിശേഷങ്ങളും ഒന്ന് പങ്കുവെക്കണം, സ്വരമോളുമൊത്ത് വിഷു ആഘോഷിക്കുന്നത് എല്ലാം പങ്കുവെക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാം രാവിലെ തന്നെ ആ മൂഡ് മറ്റൊരു മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കളഞ്ഞു. എന്തായാലും സനാമ എന്നോട് ഇങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ട്രീറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്കും കൂടി എത്തിച്ചത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണല്ലോ കണിക്കൊന്ന പൂവ് കിട്ടാനില്ല എന്നുള്ളത്. എന്തായാലും ഉള്ളയിടത്തൊക്കെ പോയിട്ട് അത് സംഘടിപ്പിച്ചു. പാചകമുത്ത് പോയി മരമൊക്കെ വളച്ച് ഒട്ടിച്ചൊക്കെയാണ് അത് സംഘടിപ്പിച്ചെടുത്തുകൊണ്ട് വന്നത്. പിന്നെ കണി വെക്കുന്ന തിരക്കിലേക്ക് അത്യാവശ്യം കടയിലൊക്കെ പോയി നടന്ന് ഉള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ കയ്യിലുള്ളത് സമ്പദ് സമൃദ്ധിയായിട്ട് തന്നെ ആഘോഷിക്കുക എന്നുള്ളതാണ് വിഷുക്കണി ഒരുക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളും സമൃദ്ധരല്ലേ? അത്യാവശ്യം എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ വിഷു ഒരുക്കണം, അത് ശാസ്ത്രീയപരമായിട്ട് തന്നെയാണോ എന്നുള്ളത് ഒന്നുമില്ല. നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഐറ്റംസ്, എല്ലാ സാധനങ്ങളും കണിവെള്ളരി മസ്റ്റാണ്. പിന്നെ അതിൽ ഫലങ്ങളൊക്കെ നിറയ്ക്കുക, പച്ചരി, വിളക്ക്, ദീപം കൊളുത്തുക, കണ്ണാടി വെക്കുക. നമ്മൾ കണി കാണുന്ന സമയത്ത് നമ്മളെ തന്നെ കണി കാണണം എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം എന്നാണ് പറയുന്നത്. പലതും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊക്കെ തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യാറ്. പിന്നെ ഈ കൊല്ലം ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സ്വരമോളെ കണി കണ്ട് ഉണരുക എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അതെല്ലാം ഇന്നലെ മാറ്റിമറിച്ചു കഴിഞ്ഞു. പിന്നെ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ ഒപ്പിച്ചു. ക്ഷേത്രത്തിൽ പോയോ എന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാര്യമായിട്ട് സ്വരമുളയും കൂട്ടിയിട്ടൊക്കെ ക്ഷേത്രത്തിൽ പോകണമെന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇന്നലെ ഏതായാലും മുടങ്ങിപ്പോയി. പിന്നെ വൈകുന്നേരം വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാരണം മോളുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് മോൾക്ക് കൈനീട്ടം കൊടുക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും വന്നുകൂടി ഒരു ആഘോഷം തന്നെയായിരുന്നു. എന്തായാലും ഇന്നലത്തെ ഏറ്റവും വലിയ ആഘോഷം എനിക്ക് കിട്ടിയത് രാവിലത്തെ വിഷു കൈനീട്ടം, വിഷുക്കണി തന്നെയാണ്. ഹാപ്പി ലൈഫ്.